നമ്മുടെ സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള താപനില ഉണ്ടല്ലോ. കാരണം ഈ കേരളം ചുട്ടുപൊള്ളുകയാണ്, അക്ഷരാർത്ഥത്തിൽ തന്നെ ചുട്ടുപൊള്ളുകയാണ്. വയനാട്, ഇടുക്കി 2 ജില്ലകൾ ഒഴികെ 12 ഇടങ്ങളിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യെല്ലോ അലർട്ട് തുടരുന്നുണ്ട്. ഇതിനിടയിൽ വേനൽ മഴയിൽ ലഭ്യതയിലുണ്ടായ വൻ കുറവ് സംസ്ഥാനത്തെ കടുത്ത ജലക്ഷാമത്തിലേക്കും അതേപോലെ തന്നെ വൈദ്യുത പ്രതിസന്ധിയിലേക്കും തള്ളിവിടുകയാണ്. വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ചൂടിന് കുറവുണ്ടാകില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കൂടുതൽ വിവരങ്ങളുമായി അനുരു അശോകൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് തത്സമയം. അനുരു, ഗുഡ് മോർണിംഗ്. ചുട്ടുപൊള്ളുന്ന വേനലിനിടയിൽ ഇന്നലെ കൊച്ചിയിലടക്കം പലയിടങ്ങളിലും ചെറിയതായിട്ടൊരു കുളിർമഴ പെയ്തു. അതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. ഇന്ന് പകലും അതിനൊരു ആശ്വാസമുണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അപ്പോഴും വേനൽ മഴ എത്താൻ ഇനി കുറച്ചും കൂടി കാത്തിരിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. ഈ താപനില ഇപ്പോൾ നിലവിലെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ നിലവിലൊരു കാലാവസ്ഥ മാറാൻ ഇനി എത്ര നാളുകൂടി എടുക്കണം? അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് വേണം. ഇതിൽ ഏറ്റവും പ്രധാനവും അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തിയിട്ടുള്ള കാര്യം അനുരു, ഈ ജലക്ഷാമത്തിലേക്ക് സംസ്ഥാനം എത്തുന്നു എന്നുള്ളതും വൈദ്യുത പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതുമാണ്. ഗുഡ് മോർണിംഗ് സേതു. സംസ്ഥാനത്ത് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ചൂട് ഉയരുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് ലഭിക്കുന്നത്. ഓരോ ജില്ലയിലും സാധാരണ നിലയേക്കാൾ 2 മുതൽ 3.5 ഡിഗ്രി വരെ ചൂട് വർദ്ധിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പാലക്കാടാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചൂട് ഉയർന്നത്. 39.8 ഡിഗ്രി ചൂട് ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലും ഈ പറയുന്ന രീതിയിൽ 38 ഡിഗ്രി ചൂട് കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടു. എന്നാൽ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിട്ട് 40 ഡിഗ്രി അല്ലെങ്കിൽ 40 ഡിഗ്രിക്ക് മുകളിൽ ഉയർന്ന ചൂട് അനുഭവപ്പെടുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത്, ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് രാത്രികാലത്തും പുലർക്കാലങ്ങളിലും അനുഭവപ്പെടുന്ന ചൂടാണ്. ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് രാത്രികാലങ്ങളിൽ, അതായത് സൂര്യൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന ചൂടെന്ന് പറയുന്നത് 29 ഡിഗ്രി 28.8 ഡിഗ്രിയാണ്. കോഴിക്കോട് ജില്ലയിലടക്കം 28.8 ഡിഗ്രിയിലേക്ക് ഈ പറയുന്ന പുലർക്കാലത്തടക്കം ചൂട് ഉയർന്നിട്ടുണ്ട്. അതായത് സാധാരണ നിലയേക്കാൾ രാത്രികാലങ്ങളിൽ പോലും അല്ലെങ്കിൽ പുലർക്കാലത്ത് പോലും 2 ഡിഗ്രി 3 ഡിഗ്രിക്ക് അടുത്ത് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ചൂട് എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിട്ട് വലിയ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. കൂടാതെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മറ്റൊരു വിവരമെന്ന് പറയുന്നത് ഉഷ്ണസൂചിക സംസ്ഥാനത്ത് ഉയരുകയാണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അനുഭവപ്പെടുന്ന യഥാർത്ഥ ചൂടാണ് ഉഷ്ണസൂചിക അല്ലെങ്കിൽ ഹീറ്റ് ഇൻഡെക്സ് എന്നുള്ള നിലയിലേക്ക് കണക്കാക്കുന്നത്. അതായത് താപനിലയും അന്തരീക്ഷത്തിലെ ഈർപ്പവും കണക്കാക്കിയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഉഷ്ണസൂചിക കണക്കാക്കുന്നത്. അതായത് ഇപ്പോൾ പുറത്ത് 40 ഡിഗ്രി ചൂടാണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് അനുഭവപ്പെടുന്നത് ഒരു 50 ഡിഗ്രി അല്ലെങ്കിൽ 52 ഡിഗ്രി ചൂടായിരിക്കും. പക്ഷേ ഇത്തരം ചൂട് നമ്മുടെ മനുഷ്യ ശരീരത്തിന് സൂര്യതാപത്തിനും അല്ലെങ്കിൽ നമ്മൾ വെപ്രാളത്തിനും നമുക്കൊരു വലിയ അസ്വസ്ഥതകളിലേക്കും എത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ ചൂട് ഇത്തരത്തിലേക്ക് വർദ്ധിക്കുമ്പോഴും നമുക്ക് കൃത്യമായി വേനൽ മഴ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് കടുത്ത ജലക്ഷാമത്തിലേക്കും വരൾച്ചയിലേക്കും വരും ദിവസങ്ങളിൽ കേരളത്തെ കൊണ്ട് എത്തിക്കുമെന്നുള്ളതാണ്. അതായത് ഈ മാർച്ച് 1 മുതൽ ഏപ്രിൽ 19 വരെ സംസ്ഥാനത്ത് ലഭിക്കേണ്ടത് 95.8 മില്ലിമീറ്റർ മഴയാണെങ്കിൽ കേവലം 59 മില്ലിമീറ്റർ മഴയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതായത് വേനൽ മഴയിൽ ഇതുവരെ 38% കുറവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോടും കണ്ണൂരും ഒഴികെയുള്ള 12 ജില്ലയിലും മഴയുടെ കുറവ് അനുഭവപ്പെടുന്നു. കോഴിക്കോടാണ് നമുക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. 22% കിട്ടിയിട്ടുണ്ട്. എന്നാൽ കണ്ണൂരിൽ പോലും 1% അധിക മഴയാണ് ഇന്നലെ വരെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന വേനൽ മഴയുടെ കുറവ് വലിയ രീതിയിൽ നമ്മുടെ ജലസംഭരണികളെ ബാധിക്കുന്നു, കുടിവെള്ളത്തിലെ ബാധിക്കുന്നു, എല്ലാ ജില്ലകളിലും കുടിവെള്ള പ്രശ്നത്തെ ബാധിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ പോലും നഗരത്തിൽ കുടിവെള്ളം വളരെ രൂക്ഷമായ അവസ്ഥയിലാണ്. കഴിഞ്ഞ വേനൽക്കാലത്ത് നമ്മൾ ഈ പറയുന്ന മാർച്ച് 1 മുതൽ മെയ് 31 വരെയാണ് ഈ ഒരു വേനൽ സീസൺ എന്ന് പറയുന്നത്. ആ കാലത്ത് പോലും കേരളം പ്രതീക്ഷിക്കുന്നത് 359 മില്ലിമീറ്റർ മഴയാണ്. നമുക്ക് കഴിഞ്ഞ സീസണിൽ 777 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു. അധിക മഴയാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ സീസൺ അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇപ്പോൾ ഏപ്രിൽ 20 ആയിട്ടേ ഉള്ളൂ. ഇനിയൊരു 10 ദിവസം കൂടെയുണ്ട് ഈ മാസം അവസാനിക്കാൻ. പക്ഷെ നമ്മൾ കാണേണ്ടത് പലപ്പോഴും ചൂട് അതിൻ്റെ റെക്കോർഡിലെത്തുന്നത് മെയ് മാസത്തിലാണ്. ആ 31 ദിവസം കേരളം എങ്ങനെ താണ്ടിപ്പോകുമെന്നുള്ളതാണ്. വൈദ്യുതി ഉപഭോഗത്തിലടക്കം റെക്കോർഡാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപഭോഗം എന്ന് പറയുന്നത് 117.15 ദശലക്ഷം യൂണിറ്റിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് പീക്ക് സമയത്തെ വൈദ്യുതി ഉപഭോഗം 6033 എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ചൂട് കാരണം ആൾക്കാർ AC യും
കൂളറും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയതും പാചകവാത പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി പ്രതിദിനം 8 ദശലക്ഷം യൂണിറ്റിന്റെ അധിക വൈദ്യുതി നമ്മൾ ഓക്കെ അനു, ഉപയോഗിക്കുന്നു ശരി. എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പം നിലവിൽ തന്നെ പകൽ സമയങ്ങളിലും രാത്രി വൈകിയും ഒക്കെ പവർ കട്ട് പോലെയൊക്കെ സാധനങ്ങൾ ഉണ്ട്. കറണ്ട്